പാറമേക്കാവ് വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ADM അനുമതി നൽകി. വെടിക്കെട്ട് സുരക്ഷിതമായും മാനദണ്ഡങ്ങൾ പാലിച്ചും നടത്തണമെന്ന് നിർദ്ദേശം. TCVK സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം TCVK. ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. പാവറട്ടി പെരുവല്ലൂർ സ്വദേശി നിസാമുദ്ദീനെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയത്. പാലപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി. പിള്ളത്തോടിന് സമീപമിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. ജനങ്ങൾ ഭീതിയിൽ. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച് MLA. മലക്കപ്പാറയിൽ വീണ്ടും വഴിമുടക്കി കൊമ്പൻ കബാലി. മരം കുത്തിമറിച്ചിട്ട് റോഡിലിട്ടതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിലെ മഞ്ജുളാൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറകുവിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. വാർത്തകൾ വിശദമായി. പാറമേക്കാവ് വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ADM അനുമതി നൽകി. വെടിക്കെട്ട് സുരക്ഷിതമായും മാനദണ്ഡങ്ങൾ പാലിച്ചും നടത്തണമെന്ന് ADM നിർദ്ദേശം നൽകി. വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ വ്യാഴാഴ്ച തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ദേവസ്വങ്ങൾ നടപ്പാക്കിയതിന് പിന്നാലെയാണ് ADM അനുമതി നൽകിയത്. പെസോ നൽകിയ സർട്ടിഫിക്കറ്റുകളും സത്യവാങ്മൂലവും ദേവസ്വങ്ങൾ നൽകിയിട്ടുണ്ട്. വെടിക്കെട്ട് നടക്കുമ്പോൾ വെടിക്കെട്ട് പുര കാലിയായി സൂക്ഷിക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ശനിയാഴ്ച പുലർച്ചെ 12:45 പാറമേക്കാവ് വേല വെടിക്കെട്ട് നടക്കുക. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല വെള്ളിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. രാത്രി 10 വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തും പുലർച്ചെ തിരിച്ചെഴുന്നള്ളത്തും നടക്കും. 9 ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിനെ ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും ഇലഞ്ഞത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന മേളവും അകമ്പടിയാകും. കൊമ്പൻ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. 2023 കുന്നംകുളത്ത് നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം TCVK ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ജോൺ സാമുവൽ, രവി മേനോൻ, A. വിനോദ് എന്നിവരടങ്ങിയ അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. കായികോത്സവം സമഗ്രമായി ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനാണ് TCVK പുരസ്കാരം. ദൃശ്യമാധ്യമങ്ങളുടെ മികച്ച കവറേജ് ഏഷ്യാനെറ്റ് ന്യൂസ്. സ്പെഷ്യൽ ജൂറി മെൻഷൻ തൃശൂർ മീഡിയ വിഷൻ. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്ന ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പാവറട്ടി പെരുവല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് നിസാമുദ്ദീനെയാണ് ATS DIG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി 5 വർഷത്തിനു ശേഷമാണ് പിടിയിലാകുന്നത്. ഗുരുവായൂർ തൊഴിയൂരിൽ നിന്ന് പ്രതിയെ ATS സ്ക്വാഡ് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. പിന്നീട് പാലക്കാട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പാലപ്പള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. 2 ആഴ്ചയ്ക്കിടെ 3ാം തവണയാണ് ഇവിടെ പുലിയിറങ്ങുന്നത്. പിള്ളത്തോട് ഗ്രൗണ്ടിന് സമീപത്ത് രാവിലെയാണ് പശുക്കുട്ടിയെ ആക്രമിച്ച് കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കൻ ചത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞയാഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയതിനു ശേഷം വനംവകുപ്പ് പുലിയെ കണ്ടെത്തുവാനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വരന്തരപ്പള്ളി മറ്റത്തൂർ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം തടയുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും യോഗം വെള്ളിയാഴ്ച രാവിലെ വരന്തരപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ ചേരും. KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിവിധ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങി കന്നുകാലികളെ ആക്രമിച്ച് കൊല്ലുകയും ഭീതി പരത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് തുടർ നടപടികൾ കൈക്കൊള്ളാൻ യോഗം ചേരുന്നത്. കാട്ടുപന്നികൾ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി ഏക്കർ കണക്കിന് നെൽവയലുകൾ നശിപ്പിച്ചത്. കൊയ്ത്തിന് പാകമായി കൊണ്ടിരുന്ന 5 ഏക്കറോളം നെൽവയലാണ് നശിച്ചത്. മല്ലപ്പള്ളിക്കുന്നിന് താഴെയുള്ള പാടത്ത് 40 ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത്.
പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പദ്ധതി തയ്യാറാക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കർഷകർ ആരോപിച്ചു. മലക്കപ്പാറയിൽ കാട്ടാന കബാലി മരം കുത്തിമറിച്ച് റോഡിലിട്ട് 1.5 മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. മലക്കപ്പാറയിലെ തോട്ടാപുര വ്യൂ പോയിന്റിനു സമീപത്താണ് വലിയൊരു മരം ആന മറിച്ചിട്ടത്. തൊട്ടടുത്ത് കൊമ്പനും നിലയുറപ്പിച്ചു. ഇതോടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ചാലക്കുടിയിലേക്ക് വന്നിരുന്ന KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുകയായിരുന്നു. റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് കബാലി ഷോളയാർ പവർ ഹൌസിനു സമീപം എത്തിയത്. ആദ്യ ദിവസം തന്നെ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ തടഞ്ഞിട്ട് കബാലി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഭക്തിയുടെ പ്രതീകമായ ഗുരുവായൂരിലെ മഞ്ജുളാൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറക് വിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. കിഴക്കുഭാഗത്ത് നിന്ന് ഗുരുവായൂരിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന മഞ്ജുളാൽ പ്രസിദ്ധമാണ്. മഞ്ജുള എന്ന ബാലികയുടെ ഭക്തിയാണ് മഞ്ജുളാലിലൂടെ തലപൊക്കുന്നത്. മഞ്ജുളാലിന് പ്രൗഢിയേകുന്നത് ആൽത്തറയിലെ ഗരുഡ പ്രതിമയാണ്. 55 വർഷം മുൻപ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. ഇത് മാറ്റി വെങ്കല പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. നിലവിലുള്ള ഗരുഡന്റെ അതേ അളവും രൂപഭാവവും മാറാതെ കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമയിൽ വെങ്കലം പൊതിയുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് ഇത് നിർമ്മിക്കുന്നത്. 8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുളാൽത്തറ കരിങ്കൽപ്പാളി കൊണ്ട് ഉയർത്തിക്കെട്ടും. ആലിന് പടിഞ്ഞാറ് ഭാഗത്തെ കുചേലന്റെ ശില്പവും മാറ്റിപ്പണിയും. നവീകരണം പൂർത്തിയാകുന്നതോടെ മഞ്ജുളയുടെ പ്രതിമയും സ്ഥാപിക്കും. 1 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വഴിപാടാണിത്. വിഷുവിന് ഗുരുവായൂരിലെത്തുന്നവരെ വരവേൽക്കുന്നത് വെങ്കല പ്രതിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 1980 മുതൽ സജീവ BJP RSS പ്രവർത്തകനായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര സർക്കാരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ആർലേക്കർ. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിച്ചതിന് പിന്നാലെയാണ് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. വേലൂരിൽ കടന്നൽ കുത്തേറ്റ് കർഷകൻ മരിച്ചു. ലിസ്യു ഭവന് സമീപം താമസിക്കുന്ന വല്ലൂരാൻ വീട്ടിൽ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ വീടിനു സമീപത്തെ കൃഷിയിടത്തിൽ നിന്നാണ് ഷാജുവിനെ കടന്നൽ കുത്തേറ്റത്. കൂട്ടമായി പറന്നെത്തിയ കടന്നലുകൾ ഷാജുവിനെ ആക്രമിക്കുകയായിരുന്നു. പാലയൂർ പള്ളിയിലുണ്ടായ പോലീസിന്റെ നടപടിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആരോപണ വിധേയനായ SIയെ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കണമെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു. BJP ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷ പരിപാടി അലങ്കോലപ്പെടുത്തിയതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല SIക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം നൽകുകയും ചെയ്തു. ഇതിനെതിരെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ സമീപിച്ചതായും കമ്മീഷൻ നടപടി ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ BJP സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ നടപടിയിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട്. ഈ നടപടി എടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും. ഏത് വിശ്വാസി സമൂഹത്തിന് എതിരെ നടക്കുന്ന
പ്രവർത്തനം നടന്നാലും അതിനെതിരെ പ്രതികരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. SI സാറെ അവിടുത്തെ ഒരു സഹപ്രവർത്തകൻ ഫോണിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം SIക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് കമ്മീഷണറെ വിളിച്ച് ബന്ധപ്പെട്ടതിന് ശേഷം അല്പം വൈകിയായാലും പെർമിഷൻ തരാൻ തയ്യാറായി. ഒരു ഫാദറെ സമീപിച്ചു, പെർമിഷനോട് പരിപാടി നടത്തിക്കോളൂ. പക്ഷെ അപ്പോഴേക്കും പള്ളി കുർബാനയുടെ സമയമായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ 3 പേരെ കാപ്പാപ്രകാരം നാടുകടത്തി. ആറാട്ടുപുഴ പല്ലിശ്ശേരി സ്വദേശി അമ്പാടത്ത് വീട്ടിൽ രജീഷ്, പുറത്തുശ്ശേരി പുത്തൻതോട് സ്വദേശി കുന്നമ്പത്ത് വീട്ടിൽ അനൂപ്, പുല്ലൂർ സ്വദേശി കൊടുവിളപ്പിൽ വീട്ടിൽ ഡാനിയൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് DIG-യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിനു സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവന്നൂർ സ്വദേശി കിഴിവീട്ടിൽ സന്തോഷിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് വരികയായിരുന്ന ശില്പി ബസും യാത്രക്കാരെ ഇറക്കി മടങ്ങുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോ ഡ്രൈവറെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പൊരിക്ക് തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. അരിയന്നൂർ മമ്മസ്രായില്ലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. ഇവരുടെ വീടിന് പുറകിലുള്ള വിറക് പൊരിക്കാണ് തീപിടിച്ചത്. വിറക് പൊരിക്ക് അടുത്ത് താൽക്കാലിക അടുപ്പ് നിർമ്മിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ സമീപത്ത് കൂട്ടിയിട്ടിരുന്ന വിറകിലേക്ക് തീ പടരുകയായിരുന്നു. വീടിന്റെ ഉത്തരവും ജനലും കത്തിനശിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തിയിൽ കടകളിൽ മോഷണം. എടക്കഴിയൂർ കല്ലുവളപ്പിൽ മൂസയുടെ സ്റ്റേഷനറി കട കുത്തി തുറന്ന് 10,000 രൂപയും സിഗരറ്റുകളും കവർന്നു. കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. സമീപത്തെ എടക്കഴിയൂർ നാരായണൻ വൈദ്യർ റോഡിലെ 3 കടകൾ കൂടി കുത്തി തുറന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പത്ര ഫോട്ടോഗ്രാഫറായുള്ള ജീവിതയാത്രയ്ക്കിടെ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പുനരാവിഷ്കരിച്ചത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ പ്രദർശനം വർണ്ണക്കാഴ്ച തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ചു. ചിത്രകാരൻ, പുലിവരക്കാരൻ തുടങ്ങിയ നിലകളിലും 4 പതിറ്റാണ്ടായി പ്രവർത്തന രംഗത്തുള്ള പുല്ലഴി സ്വദേശി രവീന്ദ്രനാണ് തൻ്റെ 50ഓളം ചിത്രങ്ങളുടെ പ്രദർശനം ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയും ഗ്രാമീണ സൗന്ദര്യവും ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ അപൂർവതകളുമെല്ലാം ഈ ചിത്രങ്ങളുടെ സവിശേഷതയാണ്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിന്റെ പൂർവ്വരൂപമായ ഒക്യുപ്പേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിത്രകല പരിശീലിച്ച രവീന്ദ്രൻ പിന്നീട് നാട്ടിലും വിദേശത്തും സ്റ്റുഡിയോയിൽ പ്രവർത്തിച്ച പരിചയവുമായാണ് പത്ര ഫോട്ടോഗ്രാഫർ ആവുകയായിരുന്നു. എക്സ്പ്രസ്, പുണ്യഭൂമി, ദീപിക, രാഷ്ട്രദീപിക എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചാണ് വിരമിച്ചത്. പിന്നീട് കോവിഡ് കാലത്താണ് വീണ്ടും ചിത്രരചനയിലേക്ക് ഉണർന്നത്. ഒഴിവു സമയങ്ങളിലെ വിരസതയകറ്റാൻ പണ്ട് താനെടുത്ത ഫോട്ടോകളിൽ പലതും ഭാവന കലർന്ന വരകളും വർണ്ണങ്ങളുമായി ക്യാൻവാസിലേക്ക് പുനർജനി കൊള്ളുകയായിരുന്നു. റിട്ടയർഡ് ആയതിനു ശേഷം എനിക്ക് ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ക്യാമറ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അപ്പോൾ ഞാൻ പഴയ കാലത്ത് പഠിച്ചിരുന്ന വേല ചെയ്യാൻ പറ്റുമോ എന്നൊരു ശ്രമം. ഞാൻ എടുത്ത ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കളറിലേക്ക് മാറ്റി വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ചിത്രങ്ങളായപ്പോൾ മക്കളും എല്ലാവരും പറഞ്ഞു ഇതൊരു പ്രദർശനം നടത്താം. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് പ്രദർശനം നടക്കുകയാണ്. സാക്ഷരതാ കാലം, തൃശൂർ മൃഗശാലയിലെ കടുവ, റോസിയും മക്കളും, ശങ്കരംകുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവം, പഴുവിലെ വെള്ളക്കെട്ടിലകപ്പെട്ട വീട്, സാധനങ്ങളുമായി ചന്തയിലേക്കുള്ള കാളവണ്ടി യാത്ര തുടങ്ങി അക്കാലത്തെടുത്ത ഫോട്ടോകളെ അവലംബമാക്കിയുള്ള ചിത്രങ്ങളും ചിത്രരചനാ പരിശീലന കാലത്തെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയുള്ള പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും. കൾച്ചറൽ ഡെസ്ക്, TCV. ദേശീയപാത വട്ടക്കല്ല് സർവീസ് റോഡിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. കോയമ്പത്തൂർ കൗണ്ടംപാളയം സ്വദേശി 30 വയസ്സുള്ള ശ്രീനാഥ് ആണ് മരിച്ചത്. കോയമ്പത്തൂരിൽ നിന്നും ശബരിമലയ്ക്ക് കാൽനടയായി പോവുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറിയാണ് അപകടം. കോയമ്പത്തൂർ തുടിയല്ലൂർ സ്റ്റേഷനിലെ പോലീസുകാരനാണ് ശ്രീനാഥ്. ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്.
കാപ്പ ചുമത്തപ്പെട്ട് നാടുകടത്തിയ യുവാവിനെ കഞ്ചാവുമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. എടക്കഴിയൂർ സ്വദേശി പുളിക്കൻ വീട്ടിൽ നജീബിനെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സോണി കെ ദേവസി, കെ വത്സൻ, പ്രിവന്റീവ് ഓഫീസർമാരായ VS സുരേഷ് കുമാർ, CK ബാബു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM കണ്ണൻ, സംഗീത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കടങ്ങോട് ചിറമനങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. പടക്കക്കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ട ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ കേന്ദ്രത്തിനു സമീപം കൂട്ടിയിട്ട് കത്തിച്ചത്. ശബ്ദവും രൂക്ഷമായ പുകയും ഉയർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കത്തിക്കുന്നത് തടഞ്ഞു. കുന്നംകുളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക വിൽപ്പന കമ്പനിയുടെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌൺ നിർമ്മിക്കുന്നു എന്ന പരാതി നിലനിൽക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ കത്തിച്ചത്. ഇത് ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കി. ഈ ചുറ്റുവട്ടത്ത് പെട്ടെന്ന് 50 മീറ്ററിൻ്റെ ചുറ്റുവട്ടത്ത് 10-20 വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംരംഭം വരാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ അന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. അന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയത്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ട് കുറച്ച് പഴയതായിട്ടുള്ള കുറേ സ്ഫോടക വസ്തുക്കൾ, അതായത് പടക്കം ഇവിടെ നിന്ന് പൊട്ടിച്ചു വരും. കുട്ടികൾ നടന്നു പോകുന്ന വഴിക്കു സമീപം ഗുണ്ട് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പരന്നു കിടക്കുകയാണ്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. കണലിപ്പാറയിൽ പടക്ക സംഭരണശാലയ്ക്ക് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു. ജനവാസ കേന്ദ്രത്തിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മിനി നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M ബാലസുബ്രഹ്മണ്യൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി CR രാജേന്ദ്രൻ, അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് KS സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകങ്ങളുടെ കൂട്ടിരിപ്പുകാരൻ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ്. പബ്ലിക് ലൈബ്രറി ജീവനക്കാരനായിരുന്ന MN ബാലനാണ് സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷവും നഗരത്തിൽ ഓട്ടോയുമായി സർവീസ് നടത്തുന്നത്. വർഷം തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറി അസിസ്റ്റന്റായി വിരമിച്ച ശേഷം ഓട്ടോ ഡ്രൈവറുടെ മുഴുനീള വേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് അടാട്ട് സ്വദേശി MN ബാലൻ. പബ്ലിക് ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായനക്കാർക്ക് എടുത്തു നൽകുകയും വീടുകളിലെത്തിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബാലൻ ഇപ്പോൾ തൃശൂർ നഗരത്തിലാണ് ഓട്ടോയുമായി സർവീസ് നടത്തുന്നത്. ഓട്ടോ 1984 തൊട്ട് ഓടിക്കുന്നുണ്ട്. ബാംഗ്ലൂർ ബോഡി ഓട്ടോറിക്ഷയായിരുന്നു അന്ന് എനിക്ക്. അത് തൊട്ട് ഓടിക്കുന്നുണ്ട്. ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കണം. 3ാമത്തെ വണ്ടിയപ്പോൾ ഇത് കയ്യിൽ കിട്ടിയിട്ട് ഒരു 16 വർഷമായി. ലൈബ്രറിയിൽ വിരമിച്ച ശേഷം കുറച്ച് വിഷമൊക്കെ ഉണ്ട്. പുസ്തകങ്ങൾ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി, പേപ്പർ പോയി, പിന്നെ അവിടുത്തെ ജീവനക്കാർ, അതിലുപരി മെമ്പേഴ്സ് എല്ലാവരും നല്ല സഹകരണമായിരുന്നു. എൻ്റെ അടുത്ത മെമ്പേഴ്സ്, എൻ്റെ മെമ്പേഴ്സ് മാത്രമായിട്ട് റീഡേഴ്സ് ഫോറത്തിൽ ഒരു ആദരവ് നടത്തി. അത് വളരെ ഗംഭീരമായി. 1984 മുതൽ 40 വർഷമായി തൻ്റെ ജോലിക്കൊപ്പം ബാലൻ നഗരത്തിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട്. പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും തൻ്റെ സന്തത സഹചാരിയായ ആദിത്യ എന്ന ഓട്ടോ ഓടിച്ച് ജീവിതം ഹാപ്പിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പുസ്തകങ്ങളുടെ കൂട്ടുകാരനായിരുന്ന MN ബാലൻ. DC വിനോസ്, തൃശൂർ. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിർവഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, NR ബാലൻ, MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, PK ഡേവിസ്, PK ചന്ദ്രശേഖരൻ, PK ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ കുന്നംകുളത്താണ് സമ്മേളനം നടക്കുക. നിക്ഷേപ പ്രകാരം സംഖ്യ തിരിച്ചു നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. മുപ്ലിയം വാളൂരാൻ വീട്ടിൽ ജിജു ഫ്രാൻസിസ് നൽകിയ ഹർജിയിലാണ് തൃശൂർ ചെട്ടിയങ്ങാടിയിലുള്ള ധനവ്യവസായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ തൃശൂർ വടൂക്കര സ്വദേശി ജോയ് ഡി പാണഞ്ചേരി, പാർട്ണർ ഭാര്യ റാണി എന്നിവർക്കെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. അന്തിക്കാട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ഉത്തര കർണാടക സ്വദേശി 27 വയസ്സുള്ള വാസുദേവ് അശോക് ശാസ്ത്രി എന്ന ആദർശാണ് മരിച്ചത്.
പുത്തൻപീടികയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു യുവാവ്. 4 സുഹൃത്തുക്കൾ ചേർന്ന് അന്തിക്കാട് കുളത്തിൽ നീന്തുന്നതിനിടെ യുവാവ് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെയുള്ള സുഹൃത്തുക്കൾ ഒച്ചവെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. നാട്ടികയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം ആദർശിനെ കുളത്തിൽ നിന്നെടുത്ത് പുത്തൻപീടിക പാതുവ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷത്തിന് ശേഷം കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി മണ്ണുംപറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് കൊരട്ടി CI അമൃതരംഗനും സംഘവും ചേർന്ന് കോട്ടയത്ത് നിന്നും പിടികൂടിയത്. 2001 ഭാര്യ ദേവകിയെ കൊരട്ടി തിരുമുടിക്കുന്നിലെ വീട്ടിൽ വെച്ച് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. പിന്നീട് മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ ഊരിയെടുത്ത് കടന്നുകളയുകയായിരുന്നു. കല്യാണ ആൽബത്തിലെ ചിത്രങ്ങളടക്കം എല്ലാ തെളിവുകളും നശിപ്പിച്ച് രക്ഷപ്പെട്ട ബാബുവിനെ 2009 ചേർത്തലയിൽ വെച്ചാണ് അന്നത്തെ CI KP ജോസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2011 ജാമ്യത്തിലിറങ്ങിയ ഇയാൾ പിന്നീട് കോടതിയിൽ ഹാജരായില്ല. പല ജില്ലകളിലും വിവിധ പേരുകളിൽ താമസിച്ച് മറ്റു തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഡിവൈൻ ധ്യാനത്തിൽ വന്ന ആളാണ് അച്ചാർ ബാബു എന്ന് പറയുന്ന. അവിടെ ഒരു ചായക്കടക്കാരനുമായി പരിചയപ്പെട്ട് അയാളുടെ സഹോദരിയുമായി സ്നേഹത്തിലായി. അവർ വിശ്വസിച്ച് അവിടെ പ്രായം കഴിഞ്ഞുന്ന സ്ത്രീയായിരുന്നു, വിവാഹം കഴിച്ചു വിട്ടു. അതിനുശേഷം അവരുടെ പേരിലുണ്ടായിരുന്ന 6 സെന്റ് സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടി തർക്കത്തിനിടയിൽ മദ്യലഹരിയിലും അവരോടുള്ള സ്ഥിരം ശല്യത്തിൻ്റെ പേരിലും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വളരെ ദാരുണമായിട്ട് ഇതെല്ലാം പത്രമാധ്യമങ്ങളിലും വാർത്ത സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഇതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി തമിഴ്നാട്ടിലും മധുരയിലുമാണ് താമസിച്ചിരുന്നത്. കൊലപാതക സമയം ഇവളുടെ ശരീരത്തിലുണ്ടായിരുന്ന 6 പവനോളം ആഭരണങ്ങളായ മാല, വള എന്നിവ ഇയാൾ കൈക്കലാക്കിയതാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി കോട്ടയത്ത് ഇദ്ദേഹം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ആനുകൂല്യത്തിന് വേണ്ടി വാങ്ങുന്നു എന്ന് നമ്മുടെ സ്ക്വാഡ് മനസ്സിലാക്കി അയാളുടെ പിന്നാലെയായിരുന്നു. വളരെ നാടകീയമായി ഇന്ന് കോട്ടയത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനി വാണിജ്യം. BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ BKDNS നാച്ചുറൽസ് എന്ന സ്ഥാപനം പുതുക്കാട് ചെങ്ങാലൂർ ശാന്തിനഗർ മനക്കൽ കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്വിച്ച് ഓൺ കർമ്മം വ്യവസായ വകുപ്പ് ബ്ലോക്ക് ഓഫീസർ സെബി നിർവഹിച്ചു. BKD ഗ്രൂപ്പ് ചെയർമാൻ PS ബിന്ദുക്കുട്ടൻ, വൈസ് ചെയർപേഴ്സൺ പ്രവീണ വിജയൻ, മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ദാസ്, സിനിമാ സീരിയൽ നടൻ ആനന്ദ്, സ്നോപ്പി ബിന്ദുക്കുട്ടൻ, ജനറൽ മാനേജർ നാരായണൻകുട്ടി, വാർഡ് മെമ്പർ ടീന ടോബി, സൊസൈറ്റിയിലെ ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബിസ്ലേറി വാട്ടർ, 49 തരം ജ്യൂസുകൾ എന്നിവയാണ് കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. തികച്ചും നാച്ചുറലായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിലുടനീളം വിപണിയിൽ ലഭ്യമാകുമെന്ന് BKD ഗ്രൂപ്പ് ചെയർമാൻ PS ബിന്ദുക്കുട്ടൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 6282901402 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വർഷത്തെ സുവർണ പാരമ്പര്യമുള്ള തരകൻസ് റോയൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള പുതിയ ഷോറൂം ഉദ്ഘാടനം കത്രീന ഫ്രാൻസിസ്, ഷീല ജോസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഷോറൂമിലെ ഡയമണ്ട് സെക്ഷൻ സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ ഫ്ലോറിൽ ഒരുപാട് ഗോൾഡിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും ഡയമണ്ട്സിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് ജ്വല്ലറി ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിലെ എല്ലാവിധ ആശംസകളും നേരുന്നു റോയൽസ് തരകൻ ജ്വല്ലറിക്ക്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ രഞ്ജിത്ത് CMI, കൗൺസിലർ പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ മാനേജർ ചാർലി വാറപ്പൻ, പർച്ചേസ് മാനേജർ റോബി AS, സീനിയർ മാനേജർമാരായ ജോയ് ജോസ്, VV വിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വലിയൊരു ശ്രേണി പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ആദ്യ 3 ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ അത്ര തന്നെ സ്വർണം സമ്മാനമായി നൽകുമെന്നും തരകൻസ് റോയൽ ജ്വല്ലറി ഉടമകളായ ഡിക്സ് ഫ്രാൻസിസ്, ലൈജി ഡിക്സ് എന്നിവർ അറിയിച്ചു.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാറമക്കാവ് വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ADM അനുമതി നൽകി. വെടിക്കെട്ട് സുരക്ഷിതമായും മാനദണ്ഡങ്ങൾ പാലിച്ചും നടത്തണമെന്ന് നിർദ്ദേശം. TCVക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം TCVക്ക്. ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. പാവറട്ടി പെരുവല്ലൂർ സ്വദേശി നിസാമുദ്ദീനെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയത്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളത്തോടിന് സമീപമിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. ജനങ്ങൾ ഭീതിയിൽ. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച് MLA. മലക്കപ്പാറയിൽ വീണ്ടും വഴിമുടക്കി കൊമ്പൻ കബാലി. മരം കുത്തിമറിച്ച് റോഡിലിട്ടതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിലെ മഞ്ജുളാൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറകു വിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.